2019 തെരഞ്ഞെടുപ്പ് പോലെയല്ല. പ്രചാരണ രംഗത്ത് പൊതുവെ തണുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ. സകലമാന അഭിപ്രായ സർവേകളും BJP വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. ഇംഗ്ലീഷ്, ഹിന്ദി ടെലിവിഷൻ ചാനലുകളിലെല്ലാം ഹർ ഹർ മോദി എന്ന മുദ്രാവാക്യമാണ്. യോഗേന്ദ്ര യാദവ് പറയുന്നു, TV-യിൽ നിങ്ങൾ കാണുന്നതല്ല ഗ്രൗണ്ട് റിയാലിറ്റി എന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ജനം അഭിപ്രായം പറയാൻ പോലും മടിക്കുന്നുണ്ടാകാം. 400 സീറ്റ് എന്ന മോദിയുടെ മോഹം നടക്കും എന്നൊരു പ്രചാരണം വളരെ ശക്തമാണ്. പക്ഷേ ആ മോഹം അതിമോഹമാണെന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്. യഥാർത്ഥത്തിൽ 2024 പൊതുതെരഞ്ഞെടുപ്പിൽ എന്താണ് നടക്കുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, CPM വക്താവ് A. സമ്പത്ത്, രാഷ്ട്രീയ നിരീക്ഷകരായ നിസാം സെയ്ദ്, മോഹൻ വർഗീസ് എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, ഹിന്ദി ടെലിവിഷൻ ചാനലുകൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി അഭിപ്രായം ശേഖരിക്കുന്നുണ്ട്. നമ്മളത് വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മോദി തന്നെ വരും എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. ചിലപ്പോൾ പറയിപ്പിക്കുന്നതാകാം, ഒരുപക്ഷെ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നതാകാം, എന്തുമാകാം. പൊതുവായൊരു ഫീൽ മോദി എന്തായാലും വരും. അത് 400 സീറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് തർക്കം എന്നുള്ള രീതിയിലാണ്. ഈ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ BJP വിജയിച്ചോ? ജിൻസെ, ഈ മൂഡ് കഴിഞ്ഞ 10 വർഷമായിട്ട് BJP ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയിലെ മിക്കവാറും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വിലക്കെടുക്കുകയോ ഹൈജാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്യുകയും അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നിത്യേന കാണുന്നതാണ്. ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് എതിരായിട്ട് പറയാൻ ആരാണ് ധൈര്യപ്പെടുന്നത്? BJPക്ക് എതിരായിട്ട് പറയുന്ന മുഖ്യമന്ത്രിമാരടക്കം പ്രതിപക്ഷ നേതൃനിരയിലുള്ള ആളുകളൊക്കെ ജയിലിൽ പോകുന്ന ഒരു കാലഘട്ടം, വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്ന കാലഘട്ടം, വലിയ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും ED പോലെയുള്ള അന്വേഷണ ഏജൻസികൾ, CBI പോലെ അല്ലെങ്കിൽ IT പോലെയുള്ള അന്വേഷണ ഏജൻസികൾ വലിയ രീതിയിൽ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് മോദി ഗവൺമെന്റിനെതിരെ ഒന്ന് ശബ്ദിക്കാനുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിക്കാണുന്നുണ്ട്. മോദിയുടെ ഭരണത്തിന്റെ നേട്ടം കൊണ്ടാണെങ്കിൽ ഇന്നിപ്പോൾ രാമക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് BJPയുടെ പ്രൊപ്പഗാൻഡ മിഷനറീസ് എല്ലാം. രാമക്ഷേത്രം വീണ്ടും വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു. അതെല്ലാം ആളുകൾ വിട്ടുകളഞ്ഞു. ആളുകൾക്ക് അമ്പലമോ പള്ളിയോ ഒന്നും കണ്ടിട്ട് അല്ലെങ്കിൽ ആരാധന നടത്തിയത് കൊണ്ടോ അതിനപ്പുറത്ത് ആളുകളുടെ വിശപ്പ് അല്ലെങ്കിൽ ദാരിദ്ര്യം, പട്ടിണി, ഇങ്ങനെയുള്ള നിത്യമായിട്ടുള്ള ആളുകളുടെ നിത്യജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഈ സർക്കാരുകൾക്ക് കഴിയുന്നില്ലല്ലോ. ഇവിടെ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആളുകളുടെ മനസ്സിൽ ഇത് മുഴുവനുണ്ട്. കേരളത്തിലെ അടക്കം ഇന്ത്യയിലെ മുഴുവൻ ക്രിസ്ത്യൻ മൈനോറിറ്റീസിന്റെ മനസ്സിലുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട് മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ. അതുപോലെ ബുൾഡോസർ രാഷ്ട്രീയം ഹരിയാനയിലും ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ഡൽഹിയിലുമൊക്കെ BJPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന, സർക്കാരുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന, എതിർ ചേരിയിൽ നിൽക്കുന്ന മുസ്ലിം മത വിശ്വാസികൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടത്തുന്ന ബുൾഡോസർ രാഷ്ട്രീയത്തെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആളുകൾ അത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ പബ്ലിക്കായിട്ട് അത് പറയാൻ പലരും പേടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കർഷക സമരം, ഇന്ത്യയിലെ കർഷക സമൂഹം ഒന്നാകെ BJPക്ക് എതിരായിട്ട് സ്റ്റാൻഡ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അഴിമതിയെക്കുറിച്ച് മുൻപെങ്ങും ഇല്ലാത്ത വിധം ജനങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. തൊഴിലില്ലായ്മ, ഇപ്പൊ BJPക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും BJP ജയിക്കും, 400 സീറ്റും കിട്ടും എന്നൊക്കെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും തൊഴിലില്ല. അവരൊക്കെ ദാരിദ്ര്യത്തിലും പട്ടിണിയുടെ പടുകുഴിയിലും ഒക്കെ ആണെന്നുള്ള വസ്തുത അവർക്കറിയാമല്ലോ. ഈ മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് പറയാം. അപ്പൊ ആളുകൾ ഇത് മൊത്തം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ത്രീ, ആദിവാസി, ദളിത് പീഡനങ്ങൾ അല്ലെങ്കിൽ അത്തരം വിഭാഗങ്ങൾ നേരിടുന്ന വലിയ രീതിയിലുള്ള അക്രമങ്ങൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഭാഷയുടെയും പേരിൽ നേരിടുന്ന മർദ്ദനങ്ങൾ, അക്രമങ്ങൾ, ഇതെല്ലാം ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് BJP സൃഷ്ടിക്കുന്ന മോദി എന്ന് പറയുന്നൊരു മാജിക്കിന്റെ പുറത്ത് 400 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അവർ നടത്തുന്ന ഈ പ്രൊപ്പഗാൻഡ മിഷനറിക്ക് വാഴ്ത്തുപാട്ട് പാടാൻ മാത്രമേ മുഖ്യധാര മാധ്യമങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം BBC അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള നടപടികൾ നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന മീഡിയ വൺ എന്ന ചാനലിനെതിരെ പോലും BJP സർക്കാർ എടുത്ത നടപടികൾ നമ്മൾ കണ്ടതല്ലേ. എത്ര വൈര്യനിരാധന ബുദ്ധിയോടെയാണ് BJPക്കെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിലപാടെടുത്ത് മാധ്യമപ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെയും മാധ്യമപ്രവർത്തകരെയും വേട്ടയാടുന്നതെന്ന് ഇന്ത്യ മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തകർക്ക് പോലും ധൈര്യത്തോടു കൂടി റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് മോദി 400 സീറ്റിലേക്ക് എത്തുമെന്ന് പറയുന്ന ആ പ്രൊപ്പഗാൻഡ മിഷനറിയെ നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഈ തെരഞ്ഞെടുപ്പിൽ BJP എടുത്തിട്ടുള്ള ഓരോ സംഭവങ്ങളും, അവരിട്ടിട്ടുള്ള ഓരോ ചൂണ്ടയിലും കൃത്യമായിട്ട് കൊത്താതെ കൃത്യമായിട്ട് ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് ഇന്ത്യ മുന്നണി എടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അവസാനം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് CAA-യുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അവർ വിചാരിച്ചത് ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ
രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിൽ ഭിന്നിപ്പുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അത് നടക്കുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള പരിപാടികൾ. മോദി ആഗ്രഹിക്കുന്നത് എന്താണോ അതിലൊന്നും കൊത്താതെ കൃത്യമായിട്ട് ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് രാഷ്ട്രീയ നിലപാടെടുത്ത് പോകുന്നതിൽ BJP അസ്വസ്ഥരാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നോർത്ത് ഇന്ത്യയിൽ ഇനി കാര്യമായിട്ടുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് കാണുന്നത് കൊണ്ടാണ് അവരൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തുന്നു. അവിടെ ഇനിയൊരു വളർച്ചയ്ക്ക് സാധ്യതയില്ല. അവിടെ നിലവിലുള്ള സാധ്യതകളിലെ സാഹചര്യത്തിൽ നിന്ന് താഴേക്ക് വരാനാണ് സാധ്യത. അതുകൊണ്ടാണ് അവർ സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രചരണത്തിൽ നിന്ന് ശ്രമിക്കുന്നത്. നുണകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു മുന്നണിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും? എത്രയൊക്കെ പ്രചരണം നടത്തിയാലും അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകൾക്കും യാഥാർത്ഥ്യം മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഗ്യാസിന്റെ വിലവർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, സമസ്ത മേഖലയിലും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ഉത്തരവാദിയായിട്ടുള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ എത്ര പ്രസംഗിച്ചാലും മനുഷ്യർ അവർ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ. അവർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ബോധ്യം. ശരി, സമ്പത്തിന് അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ജിൻഡോ പറഞ്ഞതിനെ കുറിച്ച് നിസാമിൻ്റെ ഒരു ടേക്ക് എടുക്കേണ്ടതുണ്ട്. നിസാം, ഇവിടെ ജിൻഡോ വളരെ സൂക്ഷ്മമായി പറഞ്ഞു. അതായത് BJPയുടെ ചൂണ്ടകളിലൊന്നും കൊത്താതെ ഇന്ത്യ മുന്നണി ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് അത് അവരിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ഒരു അർത്ഥത്തിൽ അത് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ശരിയാണ്, ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും പ്രധാനമായും, അവരുടെ ഫീലായിരിക്കും പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുക. പക്ഷെ BJP CAA പോലുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നു. മന്ദിർ രാഷ്ട്രീയം വീണ്ടും ഉച്ചരിക്കുന്നു. അവർ വീണ്ടും അത് കൊണ്ടുവരുന്ന അർത്ഥം വേറെ ഒന്നും അവർക്ക് പറയാനില്ല എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ മോദിയെ 2 വട്ടം വോട്ട് ചെയ്ത് അധികാരത്തെത്തിയ ഇതേ ജനങ്ങൾ അവർ വോട്ട് ചെയ്തത് അവർ പറഞ്ഞ പൊളിറ്റിക്സിൻ്റെ പേരിലായിരിക്കുമല്ലോ. അപ്പോൾ ആ പൊളിറ്റിക്സിനെ എതിർക്കാതെ മറ്റ് ചില വഴികളിലൂടെ ജനങ്ങളുടെ രോഷം ഭരണകൂടത്തിനെതിരായി തിരിക്കാം എന്നുള്ള ഇന്ത്യ മുന്നണിയുടെ തന്ത്രം ഫലവത്താകുമോ? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വലിയ നരേറ്റീവ് നിലനിൽക്കുന്നു. BJPക്ക് 400 സീറ്റ് കിട്ടാൻ 400 സീറ്റിന് വേണ്ടിയാണ് BJP മത്സരിക്കുന്നത്. 370 സീറ്റ് BJP തീർച്ചയായും കൈ കിട്ടും എന്നൊക്കെയുള്ള ഒരു നരേറ്റീവ് നിലനിൽക്കുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആത്മവിശ്വാസമുള്ള ഒരു പാർട്ടിയായല്ല BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നുള്ളതാണ്. ആ 400 സീറ്റോ അല്ലെങ്കിൽ 370 സീറ്റോ ഒക്കെ നേടാവുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് ഒരു രീതിയുണ്ട്. പക്ഷേ ഇവിടെ BJP വളരെ ഡെസ്പറേറ്റായ ഒരു പാർട്ടിയുടെ ചിത്രമാണ് നമുക്കെല്ലാം നൽകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു, പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു, പ്രതിപക്ഷത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നു, ഓരോ ദിവസവും പുതിയ പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ അജണ്ടകളൊക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അതിലൊന്നും BJPക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം കൈവരുന്നില്ല എന്നൊരു ഫീലാണ് BJP കൺവേ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, ഒന്നുകിൽ ഈ പബ്ലിക് പോസ്റ്ററിങ്ങിനൊക്കെ അപ്പുറത്ത് നമുക്കറിയാൻ കഴിയാത്ത എന്തൊക്കെയോ ഫീഡ്ബാക്സ് BJPക്ക് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളതായിരിക്കും ഒരു കാര്യം. അല്ലെങ്കിൽ BJP വിഭാവനം ചെയ്യുന്നത് മുൻപ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞതുപോലെ 2029 ആകുമ്പോഴേക്ക് ഏതാണ്ട് ഒരു പ്രതിപക്ഷ മുക്ത ഇന്ത്യ സൃഷ്ടിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പുട്ടിൻ്റെ കാര്യം പറയുന്ന പോലെ, അല്ലെങ്കിൽ ചൈനയിലെ ഷീപ്പൻ്റെ കാര്യം പറയുന്ന പോലെ ഒക്കെയുള്ള ഒരു ഒരു സാമൂഹിക അവസ്ഥയിലേക്ക്, ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരിക്കും BJP നടത്തുന്നത് എന്നാണ് ഒരു സാധ്യതയുള്ളത്. പക്ഷേ അത്തരം ഒരു സാധ്യതയ്ക്ക് പോലും യാഥാർത്ഥ്യബോധത്തിൻ്റെ ഒരു അടിസ്ഥാനമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPക്ക് നമുക്കെല്ലാം അറിയാം, BJPയുടെ ഒരു നോർത്ത് ഇന്ത്യൻ ബേസിൽ BJPക്ക് ഇനിയും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. അതിൻ്റെ കണക്കുകളൊന്നും ഇനി വിശദമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നോർത്ത് ഇന്ത്യയിലെ മലയാളികളും അല്ലാത്തതുമായ പല മാധ്യമപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തി. ഇവരൊക്കെ പറയുന്നത് ഇനിയും വ്യക്തമായ ഒരു ചിത്രം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു വലിയ ഡിസ്ട്രസ് നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും നിലനിൽക്കുന്നു, വ്യാപകമായി നിലനിൽക്കുന്നു. ആ ഡിസ്ട്രസ് എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരും, ആ ഒരു ആളുകൾക്ക് അനുഭവിക്കുന്ന വിഷമാവസ്ഥ എങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഉരുത്തിരിഞ്ഞ് വരും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തമായ രൂപമുണ്ടായിട്ടില്ല. 2019 പുൽവാമ സംഭവിച്ചതുപോലെ ഒരു ഡിഫൈനിങ് മൊമെൻ്റ്, ഒരു ഡിഫൈനിങ് ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാര്യം പുൽവാമയിൽ സംഭവിച്ചാൽ അത് ആ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ നരേറ്റീവ് മറ്റുപോലെ രാമക്ഷേത്രം സംഭവിക്കുമെന്നായിരുന്നു BJP വരുന്നത്.
രാമക്ഷേത്രം ഉത്തർപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിലും ബീഹാറിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുമല്ലാതെ അത്തരമൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായി ആർക്കും ബോധ്യപ്പെടുന്നില്ല. അതുപോലെ CAA പിന്നെ എൻ്റെ സുഹൃത്ത് വളരെ കൃത്യമായി പറഞ്ഞ പോലെ CAA BJP വിട്ട ഒരു ചൂണ്ടയായിരുന്നു. അതിൽ ചൂണ്ടയിൽ കൊത്താതിരിക്കുന്നത് വളരെ ബുദ്ധിപരമായ രാഷ്ട്രീയ നീക്കമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി. ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഡിസ്ട്രസ് നിലനിൽക്കുന്നത് കൊണ്ട് BJPക്ക് പ്രതീക്ഷിച്ച സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല. ബീഹാറിൽ നിന്ന് തന്നെയുള്ള ഒരു BJPയോട് അടുപ്പമുള്ളവർ പറഞ്ഞു ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം വളരെ ഉഗ്രനായിരിക്കുന്നു. ഈ സ്ഥാനാർത്ഥികളുടെ ബലത്തിൽ മാത്രം ബീഹാറിൽ വളരെ അധികം സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് നേടാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഡൽഹിയിൽ കേജ്രിവാളിൻ്റെ അറസ്റ്റ് വരെ 7 സീറ്റുകളും BJP നേടുന്ന ഒരവസ്ഥയിൽ നിന്നും ഇപ്പോൾ 7 സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയാൽ അത്ഭുതപ്പെടാനില്ല എന്ന അവസ്ഥയാണുള്ളതെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു അനുരണനങ്ങൾ സ്വാഭാവികമായും ഹരിയാനയിൽ സംഭവിക്കുന്നുണ്ട്, പഞ്ചാബിൽ ഓൾറെഡി അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെസ്റ്റേൺ UPയിലെ ചില ഭാഗങ്ങളിലും അത് സംഭവിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. കാര്യം വെസ്റ്റേൺ യുപിയിൽ ജാട്ടുകൾ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയാണ്. ആ ജാട്ടുകൾ ഈ സർക്കാരിനെതിരെ കർഷക സമരത്തിൻ്റെ ഭാഗമായി വലിയൊരു വികാരത്തിലാണ്. ആ ജാട്ടുകളും മുസ്ലിങ്ങളും ഒന്നു ചേർന്നാൽ വെസ്റ്റേൺ UPയിൽ ഒരു വിന്നിംഗ് കോമ്പിനേഷനാണ്. 2014 ആ വിന്നിംഗ് കോമ്പിനേഷനെ തകർക്കാൻ വേണ്ടിയാണ് അമിത്ഷാ അവിടെ ഭാരവാഹിയായിരിക്കെ, അമിത്ഷായ്ക്ക് UPയുടെ ചാർജ് ഉണ്ടായിരിക്കെ മുസാഫർ നഗർ കലാപങ്ങളും അങ്ങനെ അനവധി കലാപങ്ങളും ആ മേഖലയിൽ സൃഷ്ടിക്കപ്പെടുന്നു. മുസ്ലിങ്ങളും ജാട്ടുകളും ഒരുമിച്ച് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കി BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മുസ്ലിം ജാട്ട് സഖ്യം വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നതിന് ലക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും BJPക്ക് നഷ്ടമുണ്ടാകും എന്നുള്ള ഒരു ചിത്രം വരുന്നുണ്ട്. ശരി. പക്ഷേ BJPയോട് തന്നെ ബന്ധപ്പെട്ട പല ആളുകളും പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നും BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നുവെന്ന് BJP അവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് 3 സീറ്റ് കിട്ടും, തമിഴ്നാട്ടിൽ നിന്ന് 1 സീറ്റുകൾ കിട്ടും, കർണാടകത്തിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നോർത്ത് ഇന്ത്യയിൽ സംഭവിച്ചാൽ അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന നേട്ടങ്ങൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു നരേറ്റീവ് നോർത്ത് ഇന്ത്യയിൽ BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ്. ബംഗാളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബംഗാളിൽ തീർച്ചയായും BJPക്ക് ഒരു അപ്സർജ് ഉണ്ട്. സന്ദേശ് ഖലിക്ക് ശേഷം BJPക്ക് അവിടെ സീറ്റുകൾ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ സീറ്റുകൾ നിലനിർത്താനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ അവർ വർദ്ധിപ്പിച്ചാൽ പോലും അവർ അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ BJP സെറ്റ് ചെയ്യുന്ന അജണ്ടയിലേക്ക് ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളത് BJP പോളറൈസേഷൻ എന്നുള്ള ഒരു അജണ്ടയാണ് BJPയുടെ അജണ്ട. ധ്രുവീകരണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ ധ്രുവീകരണത്തിൻ്റെക്ക് ചെന്ന് കഴുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായി ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ്. അതാണ് ഇന്ത്യ മുന്നണി ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് വിജയകരമായ ഒരു സ്ട്രാറ്റജിയാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശരി നിസാമി മടങ്ങി ശ്രീ എ സമ്പത്ത്, നിസാം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചതിൻ്റെ മറ്റൊരു വായന എന്ന് പറയുന്നത് ഇപ്പോൾ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശ്രദ്ധിക്കുക. അത് സംഘപരിവാർ രാഷ്ട്രീയത്തെ നേർക്കുനേരെ എതിർക്കുന്ന ഒന്നാണ്. അവരെന്താണോ പറയുന്നത് അതിനെ രാഷ്ട്രീയമായി നേരിടുകയാണ്. അതിനർത്ഥം വിഭജന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന സംഘപരിവാറിൻ്റെയും BJPയുടെയും അജണ്ടയെ നേർക്കുനേരെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പ്രതീതി LDFിൻ്റെ പ്രചാരണ സാമഗ്രികളിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിൽ പോലും നോക്കുക, കേരളത്തിൽ UDFിൻ്റെ പ്രചാരണ സാമഗ്രികളിൽ പോലും അതിൽ കൂടുതലായി അവർ ഉന്നയിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തെയോ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന ജനാധിപത്യ ശോഷണത്തെയോ ഒന്നുമല്ല, നിലനിൽക്കുന്ന ഭരണവിരുദ്ധ വികാരത്തെയാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരായാലും സംസ്ഥാന സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരത്തെയാണ് ഇവിടെ UDF പോലും എടുത്തുപയോഗിക്കുന്നത്. അതിനർത്ഥം അത്തരം വിഭജന രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാതെ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ആർക്കെതിരാണെങ്കിലും എന്നൊരു തന്ത്രമാണ് ഇന്ത്യ മുന്നണി പൊതുവെ ദേശീയ തലത്തിലും UDF കേരളത്തിലും സ്വീകരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കൂടിയുള്ളൊരു വിമർശനമല്ല? അജിംസെ, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒരു ഇംഗ്ലീഷ് ടെലിവിഷൻ മാധ്യമം, അപ്പോൾ ഞാൻ ഇന്നലെ അതിൽ പങ്കെടുത്തപ്പോൾ ഞാനതിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നു. മറ്റുള്ളവർ അങ്ങനെ എനിക്ക് വളരെ അടുപ്പമുള്ളവരൊന്നും ആയിരുന്നില്ല. ആ ടെലിവിഷൻ മാധ്യമം കേരളത്തിൽ നടത്തിയ സർവേയിൽ 65% ആളുകളും NDA സഖ്യം, BJPയുടെ നേതൃത്വത്തിലുള്ള സഖ്യം വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് വിധി എഴുതിയവരാണ്.
അപ്പോൾ അതിൽ പങ്കെടുത്ത മറ്റൊരു പ്രൊഫസർ അതിൽ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതി വെച്ച് 65 പോരല്ലോ 90% പറയണ്ടേ എന്നൊക്കെയാണ്. കേരളത്തിൽ അപ്പോൾ അവർ നടത്തിയ സർവേ ഒരു ഉത്തരേന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമമാണ് ഞാനീ പറഞ്ഞത്. ആ ചർച്ചയിൽ തന്നെ വളരെ കൗതുകകരമായ കാര്യം അവർ നമ്മുടെ ഒരു പരിപ്രേക്ഷ്യമുണ്ടല്ലോ അജിംസെ, മതനിരപേക്ഷതയെക്കുറിച്ച് സമുദായ മൈത്രിയെക്കുറിച്ച് കേരളത്തിൻ്റെ നമ്മുടെ ഒരു നമ്മുടെ ഒരു കാഴ്ചപ്പാട് ജീവിതചര്യയുടെ ഭാഗമായിട്ടുള്ളത്. ഇത് കേരളത്തിൻ്റെ അനുഭവം ഇതാണ് എന്ന് ഞാൻ പറയുമ്പോൾ അവർ പറയാനിടയായ കാരണം അതിൽ കേരള സ്റ്റോറി എന്ന ചിത്രത്തെ കൂടി അധികരിച്ചുകൊണ്ടൊരു വനിതാ മാധ്യമ പ്രവർത്തക പറഞ്ഞു. തുടർന്ന് ഞാനാണ് സംസാരിച്ചത്. ഞാനിത് പറയുമ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യത്തിന് മറുപടിയായി ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് ബദലായ ഒരു സാമ്പത്തിക നയം കേരളത്തിലുണ്ട്. ഇവിടെ പ്രകൃതി വിഭവങ്ങൾ മുതൽ നമ്മുടെ പൊതുമുതലെല്ലാം വിറ്റ് തുലയ്ക്കലാണ്. ഇറ്റ്സ് ഓൺ എ സെല്ലിങ് സ്പ്രീ. കേരളത്തിൽ അങ്ങനെയല്ല. ഇന്ത്യ ഗവൺമെൻറ് വിറ്റ സ്ഥാപനത്തെ പോലും കേരളം അത് തിരിച്ചു വാങ്ങി. കേരളം അത് നന്നായി പ്രവർത്തിപ്പിക്കുന്നു. ഇവിടെ ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാങ്ങാനായി ക്യൂവിൽ നിൽക്കുന്നവർ ഇലക്ട്രൽ ബോണ്ടുകൾ അത്തരത്തിൽ കോടിക്കണക്കിന് രൂപ BJPക്ക് നൽകിയത്. ഞാനത് പേര് പറഞ്ഞില്ലെങ്കിലും അപ്പോൾ അടുത്ത് പുതിയ ഒരെണ്ണത്തിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇത് കൃത്യമായി ഒരു BJPയുടെ ഒരു അജണ്ടയുണ്ട്, ഗോൾ പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ആ ഗോൾ പോസ്റ്റുകൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ്. ആ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കുക എന്നത്, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കുക എന്നുള്ളത് വിഭജന രാഷ്ട്രീയത്തിനപ്പുറമായി, വർഗീയ രാഷ്ട്രീയത്തിനപ്പുറമായി ഇത് ജനങ്ങളെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയം പഠിപ്പിക്കുക വളരെ പ്രയാസകരമായ കാര്യമാണ്. പ്രസംഗം മാത്രമല്ല ആ പ്രവർത്തനം വന്നത്. ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, അത് കേരളത്തിലും ഇന്ത്യയിലും ഉൾപ്പെടെ അത്തരത്തിൽ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിക്കലാണല്ലോ ഇന്ത്യയുടെ പൊതുമേഖല വിറ്റുതുലയ്ക്കൽ എന്ന് പറഞ്ഞാൽ. അജിംസ 2 മിനിറ്റ് കൊണ്ട് ഞാനത് ചുരുക്കാം. ഇതിൽ തന്നെ മറ്റൊരു കാര്യം നോക്കുക. ഇവിടെ സംഭവിക്കുന്ന നമ്മുടെ സാമൂഹ്യ നീതി തന്നെ അപ്രത്യക്ഷമാവുകയാണ്. സംഘപരിവാർ നിലകൊള്ളുന്നത് സാമൂഹ്യ നീതി അടക്കം കുഴിച്ചുമൂട്ടാനാണ്. ആ കുഴിച്ചുമൂടൽ വാസ്തവത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല എങ്കിൽ എന്ത് സംഭവിക്കും? കൃഷിക്കാരുടെ ഭൂമി മുഴുവൻ ആ വിധത്തിൽ കോർപ്പറേറ്റുകൾക്ക് സമ്മാനിക്കുക എന്നുള്ള നിലയിലേക്ക് ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ഓർഡിനൻസിന് പകരമായി അത് പ്രതിപക്ഷ MP-മാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുവരിക. ഒപ്പം ലേബർ കോഡ് ബില്ലുകളും കൊണ്ടുവരുന്നു. അതെന്താ? ഈ തൊഴിലാളികളെ ഈ കൂലി അടിമകളാക്കി മാറ്റുന്നതിന് വേണ്ടി. ഓരോരുത്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ ഈ കാര്യത്തിൽ. RSSൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ തുറന്ന് എതിർക്കാനും അതിനുള്ള ധൈര്യം വേണം, അതിനുള്ള ചങ്കൂറ്റം വേണം, അതിനുള്ള സംഘടനാ ശേഷി വേണം, അതിന് ജനങ്ങളെ അണിനിരത്തണം. അക്കാര്യത്തിൽ ഒരു മൃദുത്വവും നമുക്ക് കഴിയില്ല. ഇവിടെ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ, ഇന്ന് ഇന്ത്യയിൽ അധികാരത്തിലുള്ള NDA സർക്കാർ വല്ലാത്ത ഭയപ്പാടിലാണ്. ആ ഭയപ്പാട് എന്നുള്ളത് ഞങ്ങൾ വക്കീലന്മാരുടെ ഭാഷയിൽ പറയും അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നുള്ളത്. അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്നുള്ള നിലയിലേക്ക് ഇന്ന് അങ്ങനെ ഇപ്പോഴത്തെ NDA സർക്കാർ ചെയ്യുന്നതിൻ്റെ കാരണം എന്നത്, ഞാനതിൽ ഇപ്പോൾ അജിംസ് ഉൾപ്പെടെയുള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകൾ പലതും കിട്ടിയിട്ടുണ്ടാവും. RSSനെ ഉപയോഗിച്ച് തന്നെ അവർ ചില സർവേകൾ നടത്തുകയുണ്ടായി. 6 മാസത്തിന് മുമ്പ് നടത്തി, 3 മാസത്തിന് മുമ്പ് നടത്തി. ഇതാ ഏറ്റവും കൂടുതലത്തെ സർവേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർവേയുടെ ഫലങ്ങൾ എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസകരമല്ല, സന്തോഷിക്കാൻ ഒട്ടും വകയുള്ളതല്ല. ഇവിടെ BJP ഈസ് ജസ്റ്റ് ലൈക്ക് ഹെഡിങ് ടുവേർഡ്സ് എ സെൽഫ് ഇംപ്ലോഷൻ എന്നുള്ള നിലയിലേക്ക്, സ്വയം ഇതിങ്ങനെ ചുരുങ്ങി ബലൂണ് കാറ്റ് പോകുന്നത് പോലെ ഉള്ളൊരവസ്ഥയിലേക്ക്. ഗുജറാത്തിൽ BJPക്കകത്തുള്ള തമ്മിൽ തല്ല് മറനീക്കി പുറത്തു വന്ന് സീറ്റ് കിട്ടിയ സ്ഥാനാർത്ഥികളുടെയും സീറ്റ് കിട്ടാത്ത നേതാക്കന്മാരുടെയും അനുയായികൾ തമ്മിൽ തല്ലുകയും BJP ഓഫീസടക്കം ആ വിധത്തിൽ പിടിച്ചെടുക്കുകയും അവിടെ വെച്ച് തന്നെ സംഘർഷമുണ്ടാവുകയും ചെയ്യുക. ഇതവിടെ നടന്നു. ഉത്തർപ്രദേശിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു. മധ്യപ്രദേശിൽ ഇത്തരം കാര്യങ്ങൾ നടന്നു. NDA മുന്നണിയാണ് എന്നാണ് പറയുക. NDA മുന്നണി എന്ന് പറയുമ്പോൾ ആ മുന്നണിയിലെ ഘടകകക്ഷി അകാലിദൾ പഞ്ചാബിൽ BJPക്കെതിരായി മത്സരിക്കുകയാണ്. NDA എന്ന് പറയുകയാണ്. ബിജു ജനതാദൾ ഒറീസയിൽ BJPക്കെതിരായി മത്സരിക്കുകയാണ്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം AIDMK BJPയുടെ സഖ്യകക്ഷിയാണ് എന്ന് സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ തമിഴ്നാട്ടിൽ വന്ന് പ്രഖ്യാപിച്ചതാണ്, സ്വീകരിച്ചതാണ്, കെട്ടിപ്പിടിച്ചതാണ്. പ്രോംപ്റ്റർ നോക്കി അദ്ദേഹം ഹിന്ദിയിൽ എഴുതിയതും അദ്ദേഹം തമിഴിൽ തന്നെ പ്രസംഗമായി ആരംഭിക്കുകയും ചെയ്തതാണ്. എവിടെയാണ് AIDMK എത്തിയത് എന്ന് ചോദിച്ചാൽ BJPയുടെ കൂടെ അല്ല എന്നുള്ള നിലയിലാണ്.
ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പിയോടൊപ്പം നിന്ന സഖ്യകക്ഷികൾ, അതിൽ തന്നെ ഉത്തർപ്രദേശിൻ്റെ പശ്ചിമ ഭാഗത്ത്, പടിഞ്ഞാറൻ ഭാഗത്ത് ചരൺ സിംഗിൻ്റെ ആ ഒരു ലെഗസിയെല്ലാം അവകാശപ്പെടാൻ കഴിയുന്ന നിലയിലുള്ള ഒരു ചെറിയ പാർട്ടി, അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ശ്രീ രാംവിലാസ് പാസ്വാൻ്റെ മകൻ്റെ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി, ആ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ എന്നുള്ളത് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന നിലയിലല്ല. ഇതെല്ലാം ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. നിലവിൽ യൂണിയൻ മന്ത്രിസഭയിൽ അംഗങ്ങളായിട്ടുള്ള പല ആളുകളും ഇപ്പോൾ അവർ സ്ഥാനാർത്ഥികളല്ല. അവർക്ക് നിരവധി തവണ മത്സരിച്ചത് കൊണ്ടാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ തവണ ഇത് സ്ഥാനാർത്ഥികളായി വന്ന നിരവധി ആളുകൾ അപ്പുറത്തുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സങ്കീർണമായ വിഷയങ്ങൾ ബി ജെ പി വേട്ടയാടുകയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിനുള്ള ഫയർ ഫൈറ്റിംഗ് മെക്കാനിസം എന്നുള്ളത് RSS ആണ് എന്നുള്ളതാണ് അവർ ധരിച്ചു വശമായിട്ടുള്ളത്. RSSനകത്ത് തന്നെ ഇത് സംബന്ധിച്ച് നിരവധി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തു പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്കിടയിലേക്ക് പോകേണ്ടത്? അത് പട്ടണപ്രദേശങ്ങളിലായാലും അതല്ല ഗ്രാമപ്രദേശങ്ങളിലായാലും. ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എന്താണ്? ഏറ്റവും ഒടുവിൽ വന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ മറവിൽ നിൽക്കാനാണ് ഉള്ള ശ്രമം. ഈ ചില ആളുകൾ രാഷ്ട്രീയം അത്തരത്തിൽ പറയുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ അത്തരത്തിലാണല്ലോ പറയുക. ഒരു മതപരമായ പരിവേഷം, ഒരു സാമുദായികമായ പരിവേഷം. നിങ്ങൾ എന്നെ വിമർശിക്കുന്നുവെങ്കിൽ എന്നെ അല്ല വിമർശിക്കുന്നത്, നിങ്ങൾ വിമർശിക്കുന്നത് ഈ വിഗ്രഹത്തെയാണ് വിമർശിക്കുന്നത്. ഈ വിഗ്രഹം എന്നത് ഇത് ഒരു ദിവ്യമായ പുരുഷൻ്റെ പ്രതീകമാണ്, അത് എന്നെ ചുരുക്കത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബി ജെ പി ഒരു വിശ്വപ്രസിദ്ധമായ ജാപ്പനീസ് സിനിമയിലൊരു വാചകമുണ്ട്, മൗണ്ടൻസ് ഡോണ്ട് മൂവ് എന്ന്, മൗണ്ടൻസ് നെവർ മൂവ് എന്ന്. മല ആ വിധത്തിൽ മല നീങ്ങാറില്ല. മല നീങ്ങിയാൽ അതിൻ്റെ അർത്ഥം അടിത്തറ ഇളകി എന്നാണ്. ഇവിടെ ബി ജെ പിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഇളകലിൻ്റെ കാരണം എന്നുള്ളത് ജനകീയ പ്രക്ഷോഭങ്ങളാണ്, ജനകീയ വിഷയങ്ങളാണ്, ജനങ്ങളുടെ ജീവിതത്തെ ദുരിതത്തിലാക്കിയതാണ്. നിർത്തുന്നതിനും ഒറ്റ കാര്യം കൂടി. ഞാൻ ഉണ്ടായിരുന്ന ലോക്സഭയിൽ ശ്രീമതി സുമിത്ര മഹാജൻ സ്പീക്കറായിരുന്ന ലോക്സഭയിൽ മോദിയുടെ ഒന്നാം സർക്കാരിൽ അന്ന് ഒന്നാം UPA സർക്കാരിനെ ഞങ്ങൾ കൂടി പിന്തുണച്ചിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഒന്നാം UPA സർക്കാരിൻ്റെ അതിൻ്റെ മുഖമുദ്ര എന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. അതിലെ തൊഴിലാളികളെ, ലക്ഷക്കണക്കിന് ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. അവരെയെല്ലാം അദ്ദേഹം ആക്ഷേപിച്ച് ഇംഗ്ലീഷിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്, എടുത്തൊന്ന് നോക്കണം. കോൺഗ്രസിൻ്റെ അവരുടേതായ ഈ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഇനി ഒരു 60 കൊല്ലം കൂടി ഇതെല്ലാം ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ രാഷ്ട്രീയം, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി എതിരാളികളെ പരിഹസിക്കാൻ ജുഗുപ്സാവഹമായ ഭാഷ ഉപയോഗിക്കുന്ന ഒരു പ്രധാനമന്ത്രി, പഞ്ചാബിലെ ഇന്നത്തെ മുഖ്യമന്ത്രി ലോക്സഭയിൽ അംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരായി അദ്ദേഹത്തെ ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ ഒരു പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്, അത് തിരിച്ചാണ് എങ്കിൽ അതൊന്നും സഭാരേഖകളിൽ ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ചോദ്യം ചെയ്താൽ രാജ്യവിരുദ്ധനാവും, ചോദ്യം ചെയ്താൽ ദേശദ്രോഹിയാവും, പിന്നെ അതിനും അപ്പുറമായി വീണ്ടും ചോദ്യം ചെയ്താൽ അവർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയുണ്ട്, ചുപ്പ്. ഇതാണ് അവർ പറയുക. ഞങ്ങൾ പറയുന്നത് അതേപടി അംഗീകരിച്ചു കൊടുക്കുക. അത് ഭാഷയിലും വേഷത്തിലും നിങ്ങളുടെ എല്ലാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല, കുടുംബജീവിതത്തിലും അഭിപ്രായത്തിലും ചിന്തയിലും അടക്കം അങ്ങനെ ആകണമെന്നുള്ള സംഘപരിവാറിൻ്റെ ആ രാഷ്ട്രീയത്തെ നേർ എതിർത്ത് പരാജയപ്പെടുത്തുക തന്നെ ചെയ്യണം. അത്തരത്തിൽ ആ നേർക്ക് എതിർത്ത് പരാജയപ്പെടുത്തുന്നതിന് ജനകീയ ഐക്യമാണ് ഏറ്റവും വലിയ പരിച. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇന്ന് ഈ ABP ന്യൂസ് നമുക്കറിയാമല്ലോ, പൊതുവെ ഹിന്ദി ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകളെല്ലാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ രീതി എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇന്ന് അവർ മഹാരാഷ്ട്രയിലൊരു പോപ്പുലർ സർവേ നടത്തി. ചോദ്യം ഇതാണ്, അവർ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പ്രധാനമന്ത്രി മോദിയുടെ കാര്യത്തിൽ എത്ര സന്തുഷ്ടരാണ് എന്നാണ് ചോദ്യം. മറ്റൊരാൾ ഓപ്ഷനില്ല, മോദി മാത്രമാണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടി ബഹുജ്യാത, ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് സന്തുഷ്ടരാണെന്ന് പറയുന്നത് 46%. അതിൻ്റെ ഏതാണ്ട് പകുതിയിൽ തൊട്ട് താഴെ. അതിൽ രണ്ടാമത് അവർ കൊടുത്തിട്ടുള്ള ഒരു ഫലം കുറച്ച് സന്തുഷ്ടയേ ഉള്ളൂ. അവർ 23%. അസന്തുഷ്ടർ എന്ന ഇതിൽ കൊടുത്തിട്ടുള്ള 29%. അതായത് സന്തുഷ്ടരല്ലാത്തവരും അസന്തുഷ്ടരായവരും അടങ്ങുന്നത് 29%, 23%, 52%. യഥാർത്ഥത്തിൽ ABPയുടെ ഈ ഒപ്പീനിയൻ പോൾ മഹാരാഷ്ട്രയിൽ BJP രക്ഷപ്പെടില്ല, മോദിയോടുള്ള അതിരൂക്ഷമായ അസംതൃപ്തി അവിടെ ഉണ്ടെന്നാണ്. പക്ഷെ അവരതിനെ വേറൊരു രീതിയിലാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഏറ്റവും വലിയ സംഖ്യ സന്തുഷ്ടരാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മാധ്യമങ്ങളിൽ കാണിക്കുന്നതാണോ ഒരു മൂഡ് ഓഫ് ദ നേഷൻ? അത് തന്നെ ABP ന്യൂസിൻ്റെ ഒരു റിപ്പോർട്ടർ ഇന്ന് ലക്നൌവിൽ പോകുമ്പോൾ ആളുകൾ പറയുന്നത്, ഞങ്ങൾ അഭിപ്രായം പറയില്ല, ആർക്ക് വോട്ട് ചെയ്യുമെന്ന് പറയില്ല,
ഞങ്ങൾക്ക് ഭയമാണ് രാജ്യം ഭരിക്കുന്നതെന്ന് തെരുവിൽ നിൽക്കുന്ന ഒരാൾ പറയുകയും ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ മൂഡ് ഓഫ് നേഷൻ? അടിസ്ഥാനപരമായ ശ്രീ അജിംസ്, മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്നത് മാധ്യമങ്ങൾ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്ന ഒരു ചിത്രമാണ്. ആ മാധ്യമങ്ങൾ തന്നെ ഏകപക്ഷീയമായി പെരുമാറിയാൽ അവർ വരച്ചു കാട്ടുന്ന ചിത്രമെന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയ ചിത്രം തന്നെയാവും. അതുകൊണ്ടാണ് മൂഡ് ഓഫ് ദ നേഷനെ ശാസ്ത്രീയമായി അളക്കാൻ യഥാർത്ഥത്തിൽ സംവിധാനങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും അതിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഏകപക്ഷീയമാകുന്നു. അങ്ങനെയാണ് ഈ 400 എന്ന നറേറ്റീവ് വരുന്നത്. ഒരു വശത്ത് വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന ഭാഷയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി NDAക്ക് 400 സീറ്റ് കിട്ടും, ഭാരതീയ ജനതാ പാർട്ടിക്ക് 370 സീറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ അതിനെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായ പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നു, ഇതാ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് ലഭിക്കും. അല്ല എങ്കിൽ മറുവശത്ത് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും, ഒരു ആത്മവിശ്വാസക്കുറവ് ഉള്ളത് കൊണ്ടാണ് കുറച്ച് കെറ്റിപ്പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വന്തം അണികളുടെ ആത്മവിശ്വാസം സംരക്ഷിച്ച് നിർത്താനാവൂ എന്ന മറ്റൊരു കാര്യവും മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് മധ്യേ എവിടെയോ ആണ് സത്യമെന്ന് പറയുന്നത് ഈ നമ്പേഴ്സിൻ്റെ ഒരു കളിയാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സ്വന്തം അണികളെയും സഹകക്ഷികളെയും പാർട്ടിക്കാരെയും എല്ലാം ഒരുമിപ്പിച്ച് നിർത്തണം, ആവേശത്തോടെ നിർത്തണം, അതാണ് ഒരു ഉദ്ദേശം. 2, മറുപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം അത് പാതാളത്തോളം താഴ്ത്തി നിർത്തുക. ഇതെല്ലാം ഒരു യുദ്ധത്തിലെ സ്ട്രാറ്റജിയാണ്. നമ്മൾ ഏത് മഹായുദ്ധങ്ങൾ എടുത്തു നോക്കിയാലും അത് തന്ത്രങ്ങൾ തമ്മിലുള്ള, ആയുധങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് യഥാർത്ഥ ശക്തിയുടെ പോരാട്ടമല്ല, മറിച്ച് മാനസിക ആധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഓരോ യുദ്ധവും. ഇതും അതുപോലെ തന്നെയാണ്. ഇവിടെ നോക്കൂ അജിംസ്, 10 വർഷം ആൻറ്റി ഇൻകംബൻസി പരമാവധി വരേണ്ട കാലമാണ്. തുടർച്ചയായി ഒരൊറ്റ മുഖം, പ്രധാനമന്ത്രിയുടെ മുഖം 10 വർഷം. തുടർച്ചയായി ഒരേ ഒരു മുന്നണി, NDA മുന്നണി 10 വർഷം. ഒരേ ഒരു സർക്കാർ, ചെറിയ മാറ്റങ്ങളോടുകൂടി മന്ത്രിസഭയിൽ ചെറിയ അഴിച്ചുപണികളുണ്ടായി എന്നതിൽ ഉപരിയായി കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ ജനങ്ങളെ കൂടെ നിർത്തണമെങ്കിൽ, പുകയുന്ന അസംതൃപ്തി ലഘൂകരിച്ച് ജനങ്ങളെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ പുതിയ ആശയങ്ങൾ ഉണ്ടാകണം, പുതിയ വിഷയങ്ങൾ ഉണ്ടാകണം, അവരെ ഉദ്ദീപിപ്പിക്കുന്ന, അവരുടെ മനസ്സിനെ ഇളക്കുന്ന ഒന്നുണ്ടാവണം. ഇതിന് 2 സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി പയറ്റുന്നത്. ഒരു വശത്തെ രാമക്ഷേത്രം എന്ന വിഷയം കൊണ്ടുവരുന്നു. അതായത് പ്രാണപ്രതിഷ്ഠ വലിയ ആഘോഷത്തോടു കൂടി നടത്തുകയും ഇതാ ഞങ്ങൾ ഡെലിവർ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഇതാ പറഞ്ഞ 3 കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിന് വേണ്ടി മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങൾ, യൂണിഫോം സിവിൽ കോഡ് നടത്തും, ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്യും, അതുപോലെ അയോധ്യയിൽ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം പണിയും എന്ന 3 അജണ്ടകൾ, 3 പ്രഖ്യാപനങ്ങൾ, 3 വാഗ്ദാനങ്ങൾ. അത് 2 പൂർണ്ണമായി നിറവേറ്റി. 3ാമത്തെ കാര്യം ഭാഗികമായ വഴിയിൽ നിൽക്കുകയാണ്, അടുത്ത ഒരു അവസരം കൂടെ തന്നാൽ ഞങ്ങൾ നിറവേറ്റും. അതുകൊണ്ടൊരു ട്രാക്ക് റെക്കോർഡ് കാണിച്ചുകൊണ്ട് രാമക്ഷേത്രം എന്ന വൈകാരിക വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു വശം. മറുവശത്ത് എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ്. 2047 ഭാരതം ഒരു വികസിത ഭാരതമാകണം. വികസിത ഭാരതത്തിൻ്റെ മഹാശില്പിയായ ഞാൻ എന്ന നരേന്ദ്രമോദി ഇതാ നിങ്ങൾക്ക് നൽകുന്ന ഗ്യാരണ്ടി എന്നത്, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ. അപ്പോൾ ഒരു വിഷയം മാത്രമേ ഉള്ളൂ ഇവിടെ, മറ്റു വിഷയങ്ങളെല്ലാം അപ്രസക്തമാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മോദി ഈസ് ദ ഇഷ്യൂ. അപ്പോൾ നായകനും പ്രതിനായകനും എല്ലാം തന്നെ മോദിയാണ്. ഇതിൻ്റെ പേരാണ് പോൾ പൊസിഷൻ. ഒരു ഫോർമുല 1 കാർ റേസ് ആണെന്ന് കരുതുക ജിംസ്. ഇവിടെ പല ഫോർമുല 1 ഡ്രൈവേഴ്സും ഉണ്ട്, പല ടീമുകളും മത്സരിക്കുന്നു. ഇവിടെ വിജയിച്ച ഒരു ടീം, ആ ടീമിൻ്റെ ഡ്രൈവറിനാണ് പോൾ പൊസിഷൻ കിട്ടുന്നത്. അതൊരു അഡ്വാൻറ്റേജിൽ നിന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. ആ അഡ്വാൻറ്റേജിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന ഡ്രൈവറാണ് നിശ്ചയിക്കേണ്ടത്. ഇവിടെ ആ ഡ്രൈവർ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് ഇസ് നരേന്ദ്രമോദി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ഘടനകളും, ഭരണഘടനയിലെ ഘടനകൾ, സ്ഥാപനങ്ങൾ ഇതെല്ലാം തന്നെ സ്വന്തം ചൊൽപ്പടിയിലാണ്. അത് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള സ്ഥാപനങ്ങൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ, അത് ഇച്ഛാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്നത് ഭരണഘടനാപരമായി എന്ന് പറയുമ്പോൾ പോലും ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഇതിൻ്റെ പിന്നിലെല്ലാം നമുക്ക് വേണമെങ്കിൽ ആരോപിക്കാം. അത് ആര് ഭരണത്തിൽ വന്നാലും, നരേന്ദ്രമോദി അല്ല, ആര് ഭരണത്തിൽ വന്നാലും അവരുടെ പ്രൊറോഗറ്റീവാണ്. അതിൻ്റെ വാക്കാണല്ലോ പ്രൊറോഗറ്റീവ് എന്ന് പറയുന്നത്. ഭരിക്കുന്ന ഇൻകംബൻറ്റിൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ നേതാവിൻ്റെ പ്രൊറോഗറ്റീവാണ്. ആ പ്രൊറോഗറ്റീവ് ഭംഗിയായി
ഉപയോഗിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന ഒരു പ്രതീതിയാണ്. ആ പ്രതീതി വെച്ചുകൊണ്ടാണ് 400 എന്നതും 370 എന്ന നമ്പേഴ്സ് പറയുന്നത്. അതാണ് ശ്രീ യോഗേന്ദ്രനാഥ് പറയുന്നത്. യോഗേന്ദ്ര യാദവ് ഒരു സെഫോളജിസ്റ്റാണ്. അദ്ദേഹം ദീർഘകാലമായി ഇന്ത്യയുടെ ഈ സെഫോളജിയുടെ ചരിത്രം, ഒരു മോഡേൺ സെഫോളജിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ യോഗേന്ദ്ര യാദവിൽ കൂടിയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ സയൻറ്റിഫിക്കായ കാര്യങ്ങളെ അസസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം നടത്തിയ മഹാരാഷ്ട്രയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രാജസ്ഥാനിൽ വെച്ചാണ് മീഡിയ വൺ ഇൻ്റർവ്യൂ നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഗ്രാമഗ്രാമാന്തരങ്ങൾ സംസാരിച്ച് ആ ഗ്രാമീണരോട് സംവദിച്ചതിന് ശേഷം അവിടുന്ന് കിട്ടുന്നൊരു ഫീലുണ്ട്. അത് വെറും ഒരു കുറേ ക്വസ്റ്റ്യനേർ നടത്തി കിട്ടുന്ന റെസ്പോൺസ് മാത്രമല്ല, ആ ഫീലാണ്. ആ ഫീലിൽ നിന്നും യഥാർത്ഥത്തിൽ വായിച്ചെടുക്കുന്ന, നിങ്ങൾ പറഞ്ഞ ആ ക്ലിപ്പ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് എല്ലാം ഓക്കെ, നരേന്ദ്രമോദി വലിയ ആളാണ്, ഇവിടെ എല്ലാം ശുഭമാണ്, പക്ഷേ ഉള്ളിൽ പുകയുന്ന ഒരു അസംതൃപ്തി, ഞങ്ങൾക്കൊരു മോചനമില്ല. ഇതാ 400 സീറ്റിലേക്ക് BJP എത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഒരു മത്സരമില്ലാത്ത അന്തരീക്ഷത്തിൽ ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ തുടരാനാണ് വിധി. അപ്പോൾ ഒരു നിസ്സഹായതയുടെ, പരിവേദനത്തിൻ്റെ ഒരു സ്വരം അവിടെ കേൾക്കുന്നു. ഈ സ്വരം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് വോട്ടാക്കി മാറ്റുന്നത്, കൊഹീസീവ് ഇഫക്റ്റായി മാറ്റുന്നത്? ഇത് ഇന്ത്യ മുന്നണി ചെയ്യേണ്ട കാര്യമാണ്. അത് എത്രത്തോളം കൊഹീസീവ്നെസ് ഉണ്ട്, എത്രത്തോളം കൺസോളിഡേറ്റഡ് ആണ് ഇന്ത്യ മുന്നണി, എത്രത്തോളം ഏകോപനത്തോടെ പ്രവർത്തിക്കുന്നു, ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇപ്പം യഥാർത്ഥത്തിൽ. അതിഥികളിലേക്ക് തിരികെ ശ്രീ ജിൻഡോ, നമുക്ക് ഇനി വളരെ സമയം കുറച്ചേ ഉള്ളൂ. എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേ മൂഡ് ഈ കഴിഞ്ഞ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ മധ്യപ്രദേശിൽ നേരിട്ട് പോയി കണ്ടതാണ്. ആളുകൾ BJP സർക്കാരിനെതിരെ രോഷാകുലരാകും, BJP വോട്ടർമാർ തന്നെ രോഷാകുലരാകുന്ന കണ്ടതാണ്. പക്ഷെ അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ അവിടെ കോൺഗ്രസിന് കഴിഞ്ഞില്ല, രാജസ്ഥാനിലും കഴിഞ്ഞില്ല, ഛത്തീസ്ഗഡിലും കഴിഞ്ഞില്ല. അമ്പരന്ന് നിൽക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ. EVM കുറ്റം പറഞ്ഞു ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ. ഇത് വോട്ടായി മാറാത്തതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ കണ്ടുപിടിച്ചോ? ജിംസേ, ഞാൻ ഇതിൽ പറയാൻ, എൻ്റെ ഒരു വേർഷൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു 12 സംസ്ഥാനങ്ങൾ, 232 സീറ്റുകളുള്ള 12 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ലോക്സഭ ആര് ഭരിക്കും ഈ രാജ്യം എന്നുള്ളതിനെ തീരുമാനിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ഹരിയാനയാണ്. ഹരിയാനയിൽ 10 സീറ്റുണ്ട്. BJP JJP സഖ്യം ആ 10 സീറ്റിലും അവരാണ് വിജയിച്ചിരിക്കുന്നത്. അവിടെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം, കർഷക സമരമൊക്കെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അത് കൃത്യമായിട്ട് ഇന്ത്യ മുന്നണി ഉയർത്തി കാണിക്കുന്നുമുണ്ട്. JJP എന്ന് പറയുന്ന അവരുടെ സഖ്യകക്ഷി അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പോയിട്ടുമുണ്ട്. രണ്ടാമത്തെ ജാർഖണ്ഡാണ്. അവിടുത്തെ നിലവിലുള്ള ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെ കൊണ്ട് വേട്ടയാടിച്ച് ജയിലിലിട്ടിരിക്കുന്ന സാഹചര്യം, അത് കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ 12 സീറ്റ് BJP NDAക്കാണ്, 2 സീറ്റാണ് കോൺഗ്രസിനും ജയമനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഷിബു സോറൻ്റെ അറസ്റ്റ് അവിടെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അടുത്തത് ഡൽഹിയാണ്. ഡൽഹിയിലെ 7 സീറ്റും BJP ആണ് ജയിച്ചിട്ടുള്ളത്. അവിടെ ആം ആദ്മി കോൺഗ്രസ് സഖ്യം 7 സീറ്റിലും വിജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. അടുത്ത പഞ്ചാബ്, 13 സീറ്റിൽ 4 BJP സഖ്യത്തിനുള്ളത്. അത് മുഴുവനും ആം ആദ്മി കോൺഗ്രസ് സഖ്യം തൂത്തുവാരുമെന്നുള്ള പ്രതീക്ഷ. 40 സീറ്റുള്ള ബീഹാറിൽ കോൺഗ്രസിന് ആകെ ഒരെണ്ണമുള്ളത്. 39 സീറ്റും ജനതാദളും അതുപോലെ BJP അവരുടെ സഖ്യമാണ് ഇരിക്കുന്നത്. പക്ഷേ ബീഹാറായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു സംസ്ഥാനം. അടുത്തത് ആസാമിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇല്ലാത്ത വിധം മറ്റൊരു രീതിയിലാണ് പൗരത്വ നിയമത്തെ ആസാമിലെ ജനങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് BJPക്ക് അടിപതറാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. അവിടെ 14 സീറ്റിൽ 9 സീറ്റും BJP ആണ് നേതൃത്വം കൊടുക്കുന്നത്, NDA ആണ് നേതൃത്വം കൊടുക്കുന്നത്. അവരത് താഴേക്ക് വരാനാണ് സാധ്യത. ആന്ധ്രയിൽ 25 സീറ്റിൽ YSR കോൺഗ്രസ് ആണ്. അവിടെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക. തെലങ്കാനയിൽ 17 സീറ്റിൽ 3 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. അവിടെ അധികാരത്തിലേക്ക് വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അടുത്ത് കർണാടക, 28 സീറ്റിൽ 1 സീറ്റ് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. അത് കർണാടകയും വർഷങ്ങൾക്ക് ശേഷം അധികാരം പിടിക്കുന്നു. വലിയ രീതിയിലുള്ള ഡ്രാസ്റ്റിക് മൂവ്മെന്റ്സിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. കർണാടകയെ BJPയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വലിയ അടി കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അടുത്ത് തമിഴ്നാടാണ്. തമിഴ്നാട് പഴയ രീതിയിൽ തന്നെ 39 എന്നുള്ളത് 40 സീറ്റായിട്ട് വർദ്ധിപ്പിച്ച് ഇന്ത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും ഉണ്ടാകില്ല. കേരളത്തിലെ സാഹചര്യം മറ്റൊന്നുമല്ല. BJPക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല.
അനിൽ ആന്റണിയെ പോലുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ വിവരക്കേടുകൾ പറയുന്നതിൽ കേരളത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF അതിശക്തമായിട്ട് 20 സീറ്റിലും വിജയിച്ചു വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം. അടുത്ത് ഹിമാചൽ പ്രദേശ്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്ന ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനം BJPയെ തറപറ്റിച്ചുകൊണ്ട് അവിടെ 4 സീറ്റിൽ 4ഉം BJP ആയിരുന്നു. ആ 4 സീറ്റിലും കോൺഗ്രസിന് വിജയപ്രതീക്ഷ. ഈ 232 സീറ്റുകൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ അവിടെ നിലവിലുണ്ടായിരുന്ന സർക്കാരിനെ ഹൈജാക്ക് ചെയ്ത് കുതിരക്കച്ചവടം നടത്തി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് NCPയും അതുപോലെ തന്നെ ശിവസേനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള ജനവികാരം ശരത് പവാറിനും അതുപോലെ ഉദ്ധവ് താക്കറേക്കും അനുകൂലമായിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും NCPയും ഉദ്ധവ് താക്കറെ വിഭാഗവും അതിശക്തമായിട്ടുള്ള പോരാട്ടം നേതൃത്വം കൊടുക്കുന്ന സ്ഥലമാണ് ഇന്ത്യ മുന്നണി. വലിയ രീതിയിൽ അവിടെ അധികാരത്തിൽ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 48ൽ 41 സീറ്റും BJPയുടെ അല്ലെങ്കിൽ NDA മുന്നണിക്കുള്ളതാണ്. ആ സാഹചര്യത്തിൽ നിന്ന് മാറി കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്ക് അതിശക്തമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പറ്റും. അടുത്തത് രാജസ്ഥാൻ. 25 പാർലമെന്റ് സീറ്റും അവിടെ BJPയാണ് വിജയിച്ചത്. ആ സാഹചര്യത്തിൽ നിന്ന് മാറി കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഭരണമുള്ളപ്പോൾ പോലും അവർ വിജയിച്ച സംസ്ഥാനമാണ്. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് മാറി കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പോരാട്ടം ദേശീയ നേതാക്കന്മാരെ മുതിർന്ന നേതാക്കന്മാരെ ഫീൽഡിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു മത്സരമാണ് നടത്തുന്നത്. അടുത്ത ഉത്തർപ്രദേശ്. 80 സീറ്റിൽ 64 സീറ്റും NDAയ്ക്കാണ്. അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ വിട്ടുവീഴ്ചകൾ പരമാവധി ചെയ്ത് ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പാർട്ടികളും ഏകോദര സഹോദരങ്ങളെ പോലെ പോരാടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെയും BJPയുടെ കണക്കുകൂട്ടൽ തെറ്റാനാണ് പോകുന്നത്. ഛത്തീസ്ഗഡിൽ 11ൽ 9 സീറ്റും BJPയാണ്. അതും കോൺഗ്രസ് വലിയ രീതിയിൽ ദേശീയ നേതാക്കന്മാരെ മുതിർന്ന നേതാക്കന്മാരെ ഉത്തരവാദിത്ത ബോധത്തോടെ മത്സരിപ്പിച്ചുകൊണ്ട് പോരാട്ടത്തിന് അവിടെ വേദിയൊരുക്കുകയാണ്. ഗുജറാത്തിൽ 26 സീറ്റും BJP ജയിച്ചതാണ്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കൗതുകം, ഗുജറാത്തിലെ പ്രധാനപ്പെട്ട BJP സ്ഥാനാർത്ഥികൾക്ക് പോലും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം മാറേണ്ട സാഹചര്യം വരുന്നു. BJPക്കകത്ത് അതിരൂക്ഷമായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ അന്തചിത്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. പിന്നെയുള്ളത് ബംഗാളാണ്. ബംഗാളിൽ യാതൊരു മാറ്റവും വരാൻ സാധ്യതയില്ല. BJPയോട് വലിയ രീതിയിലുള്ള വിഘടനവാദ പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ബാധിക്കില്ല. ബംഗാളും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന് ഇന്ത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ അധികാരത്തിലേക്ക് ഇനി വരാമെന്നുള്ള കാര്യത്തിൽ ഒരു സാധ്യതയും അവിടെ കൽപ്പിക്കപ്പെടുന്നില്ല. എനിക്ക് മുമ്പ് സംസാരിച്ച മോഹൻ വർഗീസ് സംസാരിച്ചതുപോലെ തന്നെ BJPയെ വലിയ രീതിയിൽ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരം പണിതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ. പുതിയ പാർലമെന്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ പട്ടിണി ഇല്ലാതാകുന്നില്ലല്ലോ, ദാരിദ്ര്യം ഇല്ലാതാകുന്നില്ലല്ലോ. അപ്പൊ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ശ്രീ നിസാം സെയ്ദ്, ഈ വിഷയങ്ങളൊക്കെ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന ഈ ഉത്തരേന്ത്യയിലെ കൗബെൽറ്റിൽ നടന്ന പ്രധാനപ്പെട്ട രാജസ്ഥാൻ, മധ്യപ്രദേശ്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തില്ല. BJP തൂത്തുവാരിയാണ് ഉണ്ടായത്. ഇവിടെയും ഇതേ പ്രശ്നം നിൽക്കുന്നു. അവിടെയാണ് ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാസ്റ്റ് സെൻസസ്. ഈ കാസ്റ്റ് സെൻസസിനെ കുറിച്ച് ഈ ദിലീപ് മണ്ഡൽ, ഇന്ത്യ ടുഡേയുടെ പഴയ മാനേജിംഗ് ഡയറക്ടർ, പറയുന്നത് കോൺഗ്രസിന് അത് നടത്തുന്നതിനേക്കാൾ വിജയകരമായി ഫലവത്തായി BJPക്ക് നടത്താൻ കഴിയും. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തതെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ പല അഭിപ്രായം ഉണ്ടാവും അതിൽ. കാരണം UPA 2 കാലത്ത് നടത്താൻ തീരുമാനിച്ചിട്ട് ചിദംബരമൊക്കെ എതിർത്തു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ ഈ കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ ജാതി സംവരണം പോലുള്ള OBC സംവരണം പോലുള്ള പുതിയ മുദ്രാവാക്യങ്ങൾ, അതിന് വേണ്ടത്ര ഐഡിയോളജിക്കൽ പിൻബലമില്ലാതെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും എങ്ങനെ അത് സാർത്ഥകമായി ഫലവത്തായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും? ജിംസ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJPയുടെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് വലിയ സ്വീകാര്യത കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ലഭിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ നേരിടും എന്നുള്ളത് വളരെ വിഷമകരമായ ചോദ്യമാണ്. വളരെ സ്ട്രാറ്റജിക്കായി തിങ്കിക്കേണ്ട ചോദ്യമാണ്. അത് കോൺഗ്രസ് നേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് BJPയുടെ ഒരു പാൻ ഹിന്ദു നരേറ്റീവിനെ തകർക്കുന്ന, അതിനെ ഭേദിക്കുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ BJPയുടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ നേരിടാൻ കഴിയൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കണം ജാതി സെൻസസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ജാതി സെൻസസിനെ കുറിച്ച് കോൺഗ്രസ് സംസാരിക്കുമ്പോൾ അതിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയില്ല, പൂർവ്വകാല നടപടികളുടെ പിന്തുണയില്ല എന്നൊക്കെ നാം പറയുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ ഒട്ടേറെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അജിംസ് മുമ്പ് പറഞ്ഞു കോൺഗ്രസ് പ്രത്യയശാസ്ത്രപരമായി BJPയെ നേരിടുന്നില്ല, BJPയുടെ അജണ്ടകളെ ഫേസ് ടു ഫേസ് കൺഫ്രണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ.
പക്ഷേ നോക്കുക, രാഹുൽ ഗാന്ധി ഈ ഭാരത് ജോഡോ യാത്രയുമായി ഇന്ത്യയുടെ തലങ്ങും വിലങ്ങും നടന്ന് BJPയുടെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് മാത്രമായി പ്രത്യയശാസ്ത്രത്തിനെതിരെ, വിഭജിതത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അതിനേക്കാൾ വലിയൊരു പൊളിറ്റിക്കൽ മെസ്സേജിംഗ് ഒന്നും ഈ അടുത്ത കാലത്തേക്കും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. എത്ര ഫലവത്തായെന്നുള്ള എത്ര കൃത്യമായാണ് അദ്ദേഹം BJPയുടെ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ചുകൊണ്ട് BJPയുടെ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. പിന്നെ BJP ജനവിരുദ്ധ നയങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അവർക്ക് അധികാരമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അധികാരത്തിൽ നിന്ന് BJPയെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിന് BJP വെക്കുന്ന ചൂണ്ടയിലേക്ക് കൊത്താതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായ ഒരു ബുദ്ധിയാണ്. ആ ബുദ്ധിക്കനുസരിച്ച് BJP ഓരോരോ അജണ്ടകൾ, ഇപ്പോൾ 2019 ഇത് തന്നെ ആയിരുന്നില്ല അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, 2019 നമുക്കറിയാം പെട്ടെന്നൊരു ദിവസം പുൽവാമ സംഭവിക്കുന്നതോടുകൂടി ആ പൊളിറ്റിക്കൽ നരേറ്റീവ് മൊത്തം മാറുകയാണ്. പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമല്ല പുൽവാമ ആക്രമണത്തിന് ശേഷം BJPക്ക് ഇന്ത്യയിലുണ്ടായത്. അതേ പ്രതീക്ഷയായിരുന്നു BJPക്ക് രാമക്ഷേത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടുകൂടി ഉണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെ ദൗർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല എന്നുള്ള ഫീഡ്ബാക്കാണ് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ അതിന് വേറെ പുതിയ ഒട്ടേറെ അജണ്ടകൾ സൃഷ്ടിക്കാൻ BJP ശ്രമിച്ചിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് BJPയുടെ തന്നെ നയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മഹാരാഷ്ട്രയുടെ കാര്യം പറഞ്ഞു. മഹാരാഷ്ട്രയിൽ നാം പ്രതീക്ഷിച്ചത് BJP ശിവസേനയെ പിളർത്തുന്ന ഒരു ഷിൻഡെ വിഭാഗത്തിൻ്റെ ഇതിനോടുകൂടി ഗവൺമെൻറ് രൂപീകരിക്കുന്നതോടുകൂടി BJPക്ക് അവിടെ വിജയിക്കാൻ കഴിയും എന്നൊരവസ്ഥയിലേക്ക് അവർ എത്തിയിരിക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അവർ മതിയാകുന്നില്ല. അവർ ഷിൻഡയെ കൊണ്ട് മാത്രം കാര്യം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ NCPയെ പിളർത്തുന്നു. NCPയെ പിളർത്തി അജിത് പവാറിനെ കൂടെ കൂട്ടുന്നു. എന്നിട്ടും അവർക്ക് ആത്മവിശ്വാസം കൈവരുന്നില്ല. അവർ കോൺഗ്രസിൽ നിന്നും അശോക് ചവാനെ പോലെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി പാർട്ടിയിലേക്ക് വിടുന്നു. എന്നിട്ടൊന്നും BJP ഒരു ആത്മവിശ്വാസം കൈവന്ന പാർട്ടിയായി നമുക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് എല്ലാ നരേറ്റീവുകളെയും മായ്ക്കാൻ കഴിയുന്ന ഒരു അപ്പീൽ, അത് അതിൻ്റെ ഒരു കോഴ്സ് റൺ ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ BJP എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പോലും BJPക്ക് ഉണ്ടായിരുന്ന ചില അഡ്വാൻറ്റേജസ് ഈ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതായിരിക്കും BJP എത്ര ഡെസ്പറേറ്റ് ആയിട്ട് പ്രതികരിക്കാൻ. ശ്രീ സമ്പത്ത്, ഇത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ BJPയുടെ അജണ്ടയിൽ തന്നെ തലവയ്ക്കണം, അവരെ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ ഉന്നയിക്കുന്ന അവരുടെ അജണ്ടയ്ക്ക് തന്നെ മറുപടി നൽകണം എന്നൊരു വാശി ആവശ്യമുണ്ടോ? പ്രത്യേകിച്ചും ഒരു ഭയം, ജനങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും ഒരു ഭയം നിലനിൽക്കെ ജനങ്ങളെ ഒരു തീരുമാനമെടുക്കാൻ സഹായിക്കുക എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയമായ യുദ്ധം ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടോ? അജിംസെ, ഭയത്തിന് നമ്മളെ കീഴടക്കാനായി മുട്ടുകുത്തി നിൽക്കുക എന്നാണ് എങ്കിൽ കീഴടങ്ങുക എന്നാണ് അതിൻ്റെ അർത്ഥം. പുലി പതുങ്ങുന്നത് പേടിച്ചോടാനാണ് എന്ന് നമ്മളാരും പറയില്ലല്ലോ. ഇവിടെ മനുഷ്യർ അവരുടെ അഭിപ്രായം പറയാനായി ഭയക്കുന്നു എങ്കിൽ അത്തരത്തിൽ ഭയപ്പാടിൻ്റെ അന്തരീക്ഷം അങ്ങനെ വല്ലാതെ വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഉദ്ദേശിക്കണം? ഒളിയുദ്ധം നടത്താമെന്നോ? പ്രക്ഷോഭങ്ങൾ നടത്തുക എന്നുള്ളതും അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതും അതിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ വലിയ അടിച്ചമർത്തലുകൾ വന്നാൽ അതിനെ നേരിടുക എന്നുള്ളതും അത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ റൗണ്ടിൽ ഞാനിത് പറഞ്ഞത്. ഇത് വളരെ സുഖകരമായി ഒരു ആംചെയർ ക്രിട്ടിക്കുകളായിരുന്നു കൊണ്ടൊന്നും അങ്ങനെ ഒന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കാണിച്ച് പേടിപ്പിച്ചാൽ മുഖ്യമന്ത്രിമാർ പാർട്ടി മാറിപ്പോവുക എന്നുള്ളതും പാതിരാത്രി വിളിച്ചിട്ട് കരഞ്ഞിട്ട് ഞാൻ പാർട്ടി മാറിപ്പോകുന്നു എന്ന് പറയുന്നൊരു സ്ഥിതിയിലേക്ക് എന്താ നേരിടാൻ ചങ്കൂറ്റം ഇല്ലയോ? ജയിൽവാസം അനുഭവിക്കാനായിട്ട് അങ്ങനെ വേണ്ടി വന്നാൽ ജയിലിൽ പോകാനായിട്ട് എന്താ അതുകൊണ്ട് വലിയ പ്രയാസകരമായിട്ടുള്ളതാണോ? അതെല്ലാം സുഖശീതളിമയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താവുന്നതാണോ? 15 മുഖ്യമന്ത്രിമാർ പോയതിനെപ്പറ്റി എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? ജനങ്ങളുടെ മുമ്പിൽ ന്യായീകരിക്കണ്ടേ? ആര് ന്യായീകരിക്കണം? അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, CBI, ഇൻ്റലിജൻസ് ബ്യൂറോ, ഇനി വേണമെങ്കിൽ ഈ ചില അതിർത്തി സംസ്ഥാനങ്ങളിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് വെച്ചാൽ പട്ടാളമാണ് അവിടുത്തെ നീതി നിർവഹണം നടത്തുന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും ഇല്ല. അതിൽ ഒരു ഭാഗത്ത് ലഡാക്കിലാണ് എങ്കിൽ അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്, ഇപ്പുറത്തെ ജനങ്ങളാണ് എങ്കിൽ അവർ തങ്ങളുടെ MLA-മാരെ തിരഞ്ഞെടുക്കാൻ ഈ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് ഈ വോട്ടെടുപ്പിനോടൊപ്പം നടത്താത്തതിൽ അതിൻ്റെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്.
BJP അജണ്ട ഫിക്സ് ചെയ്തിട്ടല്ല, BJPയുടെ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കുക എന്നുള്ളതല്ല. നമ്മുടെ എല്ലാം തലയ്ക്ക് വലിയ വിലയുണ്ട്, നമ്മുടെ എല്ലാം ജീവനും മാനത്തിനും വലിയ വിലയുണ്ട്. അതിന് വിലയിടുകയാണ് BJP ചെയ്യുന്നത്. കീഴടങ്ങാൻ തയ്യാറല്ല എന്നത് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയണം. നമുക്ക് വേണ്ടി മാത്രമല്ല പോരാട്ടം നടത്തുന്നത്, നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് വേണ്ടി കൂടിയാണ് പോരാട്ടം നടത്തുന്നത്. ഈ രാഷ്ട്രം നിലനിൽക്കണം. ഇവിടുത്തെ പൗരത്വം എന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില RSSകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ചില സന്യാസിമാർക്ക് അത്തരത്തിൽ തീരെഴുതി കൊടുക്കാനുള്ള ഒന്നും അല്ല. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അവർ വിശ്വാസം കൊണ്ട് ഹിന്ദുമത തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറയണം, ജനങ്ങൾക്ക് അതിന് പ്രതികരിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടാക്കണം. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നാണ് എസ് എമ്പത്തിന്റെ വാദം. ശ്രീ മോഹൻ വർഗീസ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഇവിടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ, ഇപ്പോൾ നമ്മൾ UDF ശ്രദ്ധിച്ചാൽ UDF പരമാവധി ഫോക്കസ് ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി എങ്ങനെ വസൂലാക്കാം എന്നുള്ളതാണ്. അത് കേരളത്തിലാണെങ്കിൽ പോലും എത്രമാത്രം ശരിയായ ഒരു രാഷ്ട്രീയ സമീപനമാണ്? വളരെ ചുരുക്കി. ശ്രീ ജിംസ്, ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പല്ല. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കേണ്ടത് ദേശീയ വിഷയങ്ങൾ തന്നെയാണ്. ദേശീയ വിഷയങ്ങൾ ആവശ്യത്തിലധികമുണ്ട്. അതാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഉൾപ്പെടെ, കർഷക പ്രക്ഷോഭം ഉൾപ്പെടെ ഏത് തരത്തിലുള്ള വിഷയം വേണമെങ്കിലും മുഖ്യധാരയിൽ കൊണ്ടുവരാവുന്ന ഒരവസ്ഥയിലാണ് UDF. പക്ഷേ UDF സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചിറകിലേറി പരമാവധി നേട്ടം കൊയ്യാം എന്ന ഒരു കണക്കുകൂട്ടലാണ്. അതിനെനിക്ക് തോന്നില്ല അവരെ കുറ്റപ്പെടുത്താനൊക്കെ. ഒരു പാർട്ടി എന്ത് അജണ്ടയാണ് സെറ്റ് ചെയ്യേണ്ടത്, എന്ത് തരം ഇലക്ട്രൽ നറേറ്റീവാണ് കൊണ്ടുവരേണ്ടത് എന്ന് ആ പാർട്ടി മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അത് നമുക്ക് ആർക്കും സജസ്റ്റ് ചെയ്യാനാവില്ല. വിന്നബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാർഗം ഉപയോഗിച്ചും ആ സീറ്റ് ജയിച്ചു വരിക എന്ന് തന്നെയാണ് പ്രധാനം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി ദേശീയ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് സംസ്ഥാന വിഷയങ്ങളിലും ഭരണവിരുദ്ധ വികാരത്തിലും മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ എസ് സമ്പത്ത്, ശ്രീ ജിൻഡോ ജോൺ, ശ്രീ നിസാം സെയ്ദ് ഇത്രയും സംസാരിച്ചതിന്.